തിടമ്പേറ്റിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഈ അമ്പലത്തിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഉടൻ തന്നെ നടയിലേക്ക്, റൗണ്ടിലേക്ക്, വടക്കുന്നാഥന്റെ മുന്നിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കും. രാമനെ കാണാനുള്ള ഒരു വലിയ ആൾക്കൂട്ടം ഇനി അവിടെ എത്തുമ്പോൾ വലിയൊരു കടലായി മാറും. ഇപ്പോഴൊരു പുഴയുടെ ഒരു അറ്റം എന്നുള്ള രീതിയിലാണ് ആളുകളുള്ളത്. ഇനി അത് ഒരു കടലായി മാറും എന്നുള്ളതാണ്. രാമൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാമൻ ഉടൻ തന്നെ വടക്കുനാഥനിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. ഏകദേശം ചെമ്പക്കാവിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അത് കഴിഞ്ഞ് നേരെ അവിടേക്ക് എത്തും. ചേട്ടാ, നേരെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടോ? അതിനുശേഷമാണോ പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണോ പോകുന്നത്? പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണോ വടക്കുനാഥനിലേക്ക്? കണിമംഗലം ഈ അത്തരത്തിൽ ഇവിടെ വലിയൊരു തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഏതായാലും രാമൻ വരുന്നതോടുകൂടി തന്നെ നമുക്ക് പിന്നിൽ കാണാം വലിയ ഒരു ജനസാഗരം തന്നെ ഇങ്ങനെ അലയടിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. രാമനെ കാണാനാണോ വന്നത്? നമ്മളിവിടെ വാസികളാണ്, അമ്പലവാസികളാണ്. രാമൻ വരുമ്പോൾ നിങ്ങളുടെ ഒരു പൂരത്തിന്റെ ഒരു പ്രതീതി എങ്ങനെയാ? ഭയങ്കര മാറ്റം വന്നോ? അതെ, ആള് കൂടി തിരക്കായി. എങ്ങനെയാണ്? രാമനെ ഇഷ്ടമാണോ? രാമനെ കാണാനാണോ നേരത്തെ? രാമനെ കാണാനാണോ? രാമൻ വരുന്നുണ്ട്, കണ്ടോ? രാമൻ ഇത് മുന്നിലൂടെ ഈ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരികയാണ്. അങ്ങനെ ആർപ്പുവിളികളോടുകൂടി തന്നെ ദേശക്കാർ രാമനെയും അതോടൊപ്പം തന്നെ ഭഗവതിയുടെ തിടമ്പിനെയും ഒക്കെ വരവേറ്റ് വടക്കുനാഥനിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം കാൽനടയായുള്ള യാത്ര. അതിന് അടുപ്പിച്ച് തന്നെ ഏകദേശം ഒരു 9 മണിയോടടുത്ത് അവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ആഘോഷത്തോടുകൂടി, വലിയ ആൾത്തിരക്കോടുകൂടി തന്നെ രാമൻ വരികയാണ്. ചേട്ടാ, ഈ രാമൻ വന്നോടുകൂടി വലിയ തിരക്കാണല്ലോ ഉള്ളത്. വലിയ ആകാംക്ഷകളുടെ അവിടെ ആൾക്കാരുടെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഭയങ്കര ഫേമസ് ആയി. ഇപ്പോ ചെമ്പൂക്കാവ് ഇത്ര ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഇത്ര ആൾക്കാർ വരാറില്ല. രാമേന്ദ്രന്റെ വരവാണ് ഇവിടെ ക്ലിയർ. രാമൻ വന്നതോടുകൂടി തന്നെ ഉത്സവത്തിന്റെ പൂരത്തിന്റെ മാറ്റുകൂടി ആർപ്പൂളികളോടുകൂടി തന്നെ രാമനെയും അതോടൊപ്പം തന്നെ ചെമ്പൂക്കാവ് ഭഗവതിയൊക്കെ തന്നെ വരവേൽക്കുകയാണ്. അങ്ങനെ അത്ര ആളുകൾ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെയധികം ആളുകളുണ്ട്. അങ്ങനെ രാമൻ എത്തി. ഇനി ഇവിടെ നിന്ന് നേരെ വടക്കുനാഥനിലേക്കാണ്. വടക്കുനാഥനിലെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം. അത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ അവിടേക്ക് എത്തും. അതിനുശേഷം പിന്നീട് ഈ അകമ്പടിയോടുകൂടി തന്നെ അവിടെ എത്തി അവിടെ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നത് പാണ്ടികുട്ടിയാണ് അമ്പലത്തിനകത്ത് പ്രവേശിക്കുക. അങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി തന്നെ ഈ ദേശക്കാരാകെ രാമനെ വരവേറ്റ് വരികയാണ്. വലിയ തിരക്കുണ്ട്. അത്രയധികം ആളുകൾ രാമനെ കാത്ത് ഈ വഴിയരികിലും എല്ലാം നിൽക്കുന്നുണ്ട്. കാരണം രാമനോളം ഈ ആനയുടെ അഴക് പറയുകയാണെങ്കിൽ രാമനോളം എത്ര പ്രസിദ്ധനായുള്ള മറ്റൊരു ആനയില്ല, എത്ര അധികം ഫാൻസ് ഉള്ള ഒരു ആനയില്ല. രാമേന്ദ്രന്റെ ആരവം ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്.